ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. അപ്പോൾ എന്താണ് എല്ലാവരെയും ഈദായിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഈദിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അത് ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ പനിയായിരുന്നു, അപ്പോൾ ആ ഒരു ഇതതിനെ കൊണ്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂനിട്ടെന്ന മൈലാഞ്ചി. എങ്ങനെയുണ്ട്? ഞങ്ങൾ തലേന്ന് പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയായിരുന്നു കേട്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ടിരുന്നത്. അങ്ങനെ രാവിലെയൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈദിൻ്റെ തലേന്ന് ഇവിടെ ഉമ്മ അടക്ക ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും കഴിക്കൂല, അതന്നെ അമ്മ പറയുന്ന. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ മട ഉണ്ടാക്കാൻ മെനക്കെടാത്തത്. പിന്നെ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്നുദോശയും പിന്നെ മത്തി മുളകിട്ടതായിരുന്നു കേട്ടോ. തലേന്നത്തെ മത്തി മുളകിട്ടതാണല്ലോ ടേസ്റ്റ് കൂടുതൽ. അതിൻ്റെ ടേസ്റ്റിൻ്റെ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല അടിപൊളിയാണ്. മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ടോ. അമ്മക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. ഇന്നലെ പകൽ തൊട്ടിട്ട് നല്ല പനിയായിരുന്നു. അപ്പം ഉമ്മാനെ ഇന്നലെ ഡോക്ടറൊക്കെ കാണിച്ച് വന്നു. ഇതുവരെ മാറിയിട്ടില്ല, ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് കാര്യമായിട്ടുള്ള കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. രാവിലത്തെ കടി മാത്രം ഉണ്ടാക്കാനുള്ളൂ, പിന്നെ കഞ്ഞി അങ്ങനെ ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ ഈദ്ഗാഹിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉമ്മക്ക് ക്ഷീണമുള്ളതുകൊണ്ട് ഉമ്മ നീട്ടിട്ടില്ല, കിടക്കന്നെയാണ്. അപ്പോൾ ഞാൻ ഓരോ പണിക്ക് നിന്നു കേട്ടോ. ആദ്യം എനിക്ക് ഡ്രസ്സൊക്കെ അലക്കാണ്ടായിരുന്നു മക്കളെ. അപ്പം ഞാൻ അതിനൊക്കെ നിന്നു. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ടോ. പിന്നെ കഞ്ഞി ഉണ്ടാക്കി. ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് രണ്ടാളെയും കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി, രണ്ടാളെയും ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ മെയിനായിട്ട് ഫോട്ടോ സെക്ഷൻസ് ചെയ്യുന്നു കേട്ടോ അവിടെ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പള്ളി കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കല്ലീസിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ കല്ലീസിൽ നിന്ന് ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ 65 ആയിരുന്നു കേട്ടോ വാങ്ങിയത്. അങ്ങനെ ബിരിയാണി രണ്ടിടത്തേക്കായിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടുണ്ട്, ഞങ്ങളുടെ വീടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തേക്കായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയതായിരുന്നു. അടിപൊളി ടേസ്റ്റ് കേട്ടോ കല്ലീസ് ബിരിയാണി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മെയിനായിട്ട് ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഉമ്മക്ക് പനി ആയതിനെ കാരണം ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉമ്മാൻ്റെ വീട് കോട്ടക്കലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അന്നത്തെ പരിപാടികൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഫോട്ടോസ് എടുക്കലും ഇപ്പോൾ വന്നിട്ട് ഇപ്പനോട് സംസാരിക്കലും അങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടികളായിരുന്നു കേട്ടോ മക്കൾ. അങ്ങനെ ഇവിടുത്തെ ഈദ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. പിന്നെ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവൽ. കുറച്ച് നേരമൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ മോൻ ഉറങ്ങാനൊക്കെ പോയിട്ടോ. അതിൻ്റെ ഇടയിലാണ് മോൻ്റെ ഫോട്ടോ ഒക്കെ കിട്ടിയത്. ഓനെ ഡ്രസ്സ് മാറ്റി ഉടനെ തന്നെ എടുത്തതായിരുന്നു കേട്ടോ ഈ ഫോട്ടോസൊക്കെ. ഇവിടെ ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ അനിയത്തിയും പിന്നെ മമ്മി ഇപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. ഉമ്മാൻ്റെ അനിയത്തിയും മോളും വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ പനി അതിനെക്കൊണ്ട് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടുത്തെ ഈദ്. പിന്നെ ലാസ്റ്റ് ഫോട്ടോസൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഓർഡർ ചെയ്തതെന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചു, എല്ലാവരും വിശ്രമിച്ച്. അത്രയൊക്കെ തന്നെ കേട്ടോ അവിടുത്തെ ഈദ്. പിന്നെ നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഇനി ബാക്കി ഇവിടെ നിന്നാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇതിന് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അന്ന് വന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സ്പ്രിങ് ചിക്കനും പിന്നെ ചിക്കൻ ബിരിയാണി, സലാഡ്, പപ്പടം, അച്ചാർ, തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തി രാവിലെ പുട്ടും മട്ടൻ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിരുന്നു. കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിരുന്നു കേട്ടോ. പിന്നെ അവളെ വക ലാസ്റ്റ് ഒരു പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് പായസം എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ വന്ന പാട് പായസം കുടിച്ചിട്ടോ. കൂടെ ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പ പായസം കുടിച്ചു. പിന്നെ ചായ കട്ടൻ ചായ അല്ല, വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഒപ്പം മടങ്ങിയത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലെത്തിയാൽ നമുക്ക് പിന്നെ ഭയങ്കര സുഖമാണല്ലോ. മക്കളൊക്കെ ഓരോ ഭാഗത്ത് ഏൽപ്പിച്ച് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോയി. കുറച്ച് നേരം ഒന്ന് കിടന്ന് എണീക്കാനൊക്കെ ഒന്ന് പോയി. അതിൻ്റെ ഇടയിൽ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇതുണ്ടായിരുന്നു, ബീഫ് കൊടുന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുവിൻ്റെ ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുന്നിരുന്നു. പിന്നെ ഇവിടെയും കിട്ടിയിരുന്നു. അപ്പോൾ ഉമ്മ അത് മുറിക്കണ തിരക്കിലായിരുന്നു കേട്ടോ. ഉമ്മാനെ കിട്ടാനേ ഉണ്ടായിരുന്നില്ല. അമ്മ അതിന് ഒരു വൃത്തിയാക്കണ ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലായിരുന്നു.
അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. ഇതൊക്കെ അനിയത്തി വെച്ച് കുട്ടി വീഡിയോസാണ് അവരുണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പണതും കഴിക്കണതൊക്കെ വെറുതെ തന്നെ കൊതിപ്പിക്കാനും വേണ്ടി. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അവൾക്ക്. അവൾ അയച്ചു തരാൻ നമ്മൾ പിന്നെ അത് കണ്ട് വെള്ളം ഇറക്കി പറയണ്ടല്ലോ ബാക്കി. അങ്ങനെ പിന്നെ ഇവിടെ വന്ന പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇട്ടില്ല. വൈകുന്നേരത്തെ അത് കഴിച്ചു, പിന്നെ ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു കേട്ടോ. പെരുന്നാളിന് ഞാൻ ഈദ് ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് 2 റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. മോനും മോളും രണ്ടാളും കൂടിയുള്ള ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഫ്രെയിം ചെയ്തൊക്കെ വെക്കണം. പിന്നെ നേരെ ഇരുട്ടായപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ നിർത്തിയിട്ടോ. ഇതായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ എൻ്റെ പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ.